മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശല്യപർവത്തിലെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കർണവധ ചരിത്രത്തെയും 17-ാം ദിവസത്തെ യുദ്ധവർണ്ണനയെയും ശ്രദ്ധിച്ചു കേട്ട ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ധൈര്യം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് പറയണം. അദ്ദേഹം ആർത്തനായി വളരെ നേരം നിലവിളിക്കുകയും ഒന്നിലധികം പ്രാവശ്യം ബോധം കെട്ട് വീഴുകയും ചെയ്തു. സഞ്ജയനും അന്തപുര സ്ത്രീകളും കൂടെ അപ്പോഴൊക്കെ അദ്ദേഹത്തെ ശീതോപചാരങ്ങളെ കൊണ്ടുണർത്തി. പിന്നെയും കുറെ സമയം അദ്ദേഹം തന്റെ മക്കളുടെ ഗതിയെയോർത്ത് ആർത്തനായി വിലപിക്കുകയും അനന്തരം പശ്ചാത്താപ വിവശനായി കുറച്ചു സമയം മൗനമായിരിക്കുകയും ചെയ്തു. എങ്കിലും അവസാനമായി സഞ്ജയനോട് കർണവധത്തിനു ശേഷമുള്ള ചരിത്രങ്ങളെ പറയാൻ ആവശ്യപ്പെട്ടു. അത് പ്രകാരം സഞ്ജയൻ പറയാനും ധൃതരാഷ്ട്ര മഹാരാജാവ് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ തുടങ്ങുകയും ചെയ്തു. കർണൻ മരിച്ചു വീണതിന് പിന്നെ കൗരവ സൈന്യം മുഴുവൻ ചിന്നിച്ചിതറി ശിബിരങ്ങളിലേക്ക് പോയ ശേഷം അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് ദുര്യോധനാദികളും ശിബിരങ്ങളിലേക്ക് പോയി. വൈകുന്നേരത്ത് നിത്യകർമ്മങ്ങളും ആഹാരവും കഴിച്ച ശേഷം ദുര്യോധനൻ അടക്കമുള്ള എല്ലാവരും ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനിരുന്നു. ആർക്കും പറയത്തക്ക ഉത്സാഹമോ ഉന്മേഷമോ ഇല്ല. നിരാശയും അസ്വസ്ഥതയുമാണ് എല്ലാവരുടെയും മുഖത്ത് പ്രകാശിക്കുന്നത്. കൗരവപ്പട തകർന്നു കഴിഞ്ഞുവെന്നും ഇനി പാണ്ഡവരെ ജയിക്കാൻ കഴിയില്ലെന്നും അവർക്ക് ബോധ്യമുണ്ട്. ആ സ്ഥിതിക്ക് എന്താണ് ആലോചിക്കാനുള്ളത്? എങ്കിലും ദുര്യോധനൻ ജീവിച്ചിരിക്കും കാലത്തോളം യുദ്ധം നിർത്തുന്നതെങ്ങനെ എന്ന ചിന്തയാണ് പലരെയും ഭാവി കാര്യങ്ങൾ ആലോചിക്കാനായി ഇറക്കി വിട്ടിരിക്കുന്നത്. എന്താണ് പറയേണ്ടത്, എന്താണ് ആലോചിക്കേണ്ടതെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ആരുമൊന്നും പറയുന്നുമില്ല. എല്ലാവരും മൗനമായിരിക്കുകയാണ്. ആ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയേണ്ടേ എന്ന് കരുതി കൃപാചാര്യൻ മൗനത്തെ ഭഞ്ജിച്ചു. അദ്ദേഹം പറയുകയാണ്, ദുര്യോധന, യുദ്ധം ക്ഷത്രിയർക്ക് അനിവാര്യമാണ്. യുദ്ധം കൊണ്ടാണ് ക്ഷത്രിയൻ കാര്യം നേടേണ്ടത്. എന്നാൽ ശത്രു വളരെയധികം പ്രബലനും താൻ ദുർബലനുമായിരിക്കുമ്പോൾ യുദ്ധം കൊണ്ട് കാര്യം നേടാൻ വിഷമമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സന്ധി ചെയ്യണമെന്നാണ് ബൃഹസ്പതിയുടെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ശത്രുവിനേക്കാൾ കൂടുതൽ ബലമുള്ളപ്പോഴാണ് യുദ്ധം ശോഭിക്കുന്നത്. അല്ലെങ്കിൽ തുല്യബലമെങ്കിലും വേണം. എന്നാൽ നിർഭാഗ്യവശാൽ നാം ഇപ്പോൾ ദുർബലരായിരിക്കുകയാണ്. ശത്രുക്കളാണെങ്കിൽ വളരെ പ്രബലരുമാണ്. ആ സ്ഥിതിക്ക് യുദ്ധത്തെക്കാൾ കൂടുതലായി സന്ധിയാണ് നാം അർഹിക്കുന്നത്. ഭീഷ്മൻ, ദ്രോണൻ, കർണൻ തുടങ്ങിയ പ്രബലരായ നേതാക്കൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെ നമുക്ക് അർജുനനെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഇനി അർജുനനെ കൊല്ലാമെന്ന് കരുതാൻ വയ്യ. എന്നല്ല, അർജുനൻ നമ്മളെ എല്ലാവരെയും കൊല്ലുമെന്നും കരുതണം. അതുകൊണ്ട് ഇനിയെങ്കിലും പാണ്ഡവരുമായി സന്ധി ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം അവസാനിക്കാൻ പോകുന്ന ഈ അന്ത്യനിമിഷത്തിൽ അവർ സന്ധിയെ അനുവദിക്കുമോ എന്നാണെങ്കിൽ അത് സാരമില്ല. ധൃതരാഷ്ട്ര മഹാരാജാവ് എപ്പോൾ പറഞ്ഞാലും യുധിഷ്ഠിരൻ കേൾക്കും. യുധിഷ്ഠിരന്റെ ആജ്ഞയെ ഭീമാർജുനന്മാർ നടപ്പിൽ വരുത്തുകയും ചെയ്യും. അതിനാൽ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യുന്നതാണ് അങ്ങേക്കും അങ്ങയുടെ വംശത്തിനും ശ്രേയസ്സായിരിക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം എന്നൊക്കെയാണ് കൃപാചാര്യൻ പറഞ്ഞത്. കാര്യം നല്ലതാണെങ്കിലും ദുര്യോധനന് ആ അഭിപ്രായം തീരെ ഇഷ്ടപ്പെട്ടില്ല. അഭിമാനത്തിന് ക്ഷതം വന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കലാണെന്നാണ് ദുര്യോധനന്റെ അഭിപ്രായം. അഭിമാനത്തിന് ഇനിയൊന്നും വരാനില്ല. അത്രമാത്രം അത് ക്ഷതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്തിന് യുദ്ധം നിർത്തി ജീവിക്കണം എന്നാണ് ദുര്യോധനൻ വിചാരിക്കുന്നത്. അതിനാൽ അദ്ദേഹം കൃപന്റെ വാക്കുകൾക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞു. ആചാര്യ, അവിടുന്ന് തക്ക സമയത്തൊരു ബന്ധുവിന് ഉപദേശിക്കേണ്ട കാര്യങ്ങളെ വളരെ ഭംഗിയായി പറഞ്ഞു തന്നു. എനിക്കതിൽ സന്തോഷമുണ്ട്. പ്രാണനെ പോലും ഗണിക്കാതെ എനിക്ക് വേണ്ടി പോർക്കളത്തിൽ പടവെട്ടുകയും തക്ക സന്ദർഭങ്ങളിൽ വേണ്ടത് ഉപദേശിക്കുകയും ചെയ്യുന്ന അങ്ങ് ബന്ധുകൃത്യത്തെ വേണ്ട പോലെ നിർവഹിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങിപ്പോൾ പറഞ്ഞ അഭിപ്രായത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും സഹോദരന്മാരുമെല്ലാം മരിച്ചു കഴിഞ്ഞ ശേഷം പാണ്ഡവരെ ആശ്രയിച്ചു കൊണ്ടുള്ള രാജ്യഭരണവും രാജപദവിയും എന്നെ ഒട്ടും തൃപ്തിപ്പെടുത്തുന്നില്ല. അങ്ങനെയുള്ള പദവി ആർക്കാണ് ഇഷ്ടപ്പെടാൻ കഴിയുന്നത്? സമുദ്രപര്യന്തമുള്ള ഭൂമിക്ക് മുഴുവൻ ഏകഛത്രാധിപതിയായി ആദിത്യനെ പോലെ തേജസ്വിയായി വാണ ഞാൻ യുധിഷ്ഠിരന്റെ ആജ്ഞാനുവർത്തിയായി അവരനുവദിക്കുന്ന പരിമിതമായ ഭോഗം കൊണ്ട് തൃപ്തിപ്പെടുക എന്നത് എനിക്ക് സ്മരിക്കാൻ പോലും സാധ്യമല്ല. ഞാൻ ധാരാളം യാഗങ്ങളെ ചെയ്തിട്ടുണ്ട്. പിതൃക്കൾക്ക് തർപ്പണവും ചെയ്തിട്ടുണ്ട്. ആശ്രിതരെ വളർത്തിയിട്ടുണ്ട്. ആശ്രയിച്ചവർക്ക് അഭയം കൊടുത്തിട്ടുമുണ്ട്. എന്നുവേണ്ട ഒരു ഉത്തമ ക്ഷത്രിയൻ ആചരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. രാജഭോഗങ്ങളും മറ്റുള്ളവർക്ക് അസൂയയുണ്ടാക്കുന്ന തരത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്.
ആ സ്ഥിതിക്ക് എനിക്ക് നിരാശയ്ക്ക് അവകാശമില്ല. എൻ്റെ പേരിൽ ശത്രുക്കളോട് ധീരധീരം പടവെട്ടി എനിക്ക് വേണ്ടി പ്രാണൻ പോലും കളഞ്ഞ് ഇന്ദ്രലോകത്തേക്ക് ഉയർന്ന ആയിരക്കണക്കിലുള്ള ധീരയോദ്ധാക്കൾ അവരുടെ ജീവിതം കൊണ്ട് കെട്ടിപ്പടുത്ത മാർഗം തന്നെയാണ് എനിക്കും സ്വീകാര്യമായിട്ടിരിക്കുന്നത്. ക്ഷത്രിയൻ ഗ്രഹത്തിൽ ശയ്യയിൽ കിടന്ന് മരിക്കരുത്. കാട്ടിൽ വച്ചോ പോർക്കളത്തിൽ വച്ചോ മരിക്കണം. ആ സൗഭാഗ്യത്തിന് വന്നു ചേർന്ന ഈ നല്ല സന്ദർഭത്തെ ഞാൻ എന്തിനുപേക്ഷിക്കണം? അല്ലെങ്കിൽ തന്നെ പാഞ്ചാലിയുടെ അപമാനത്തെയും ചൂതുകളിയെയും വനവാസത്തെയും മറ്റും ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഭീമാർജുനന്മാർ നമ്മളോടെങ്ങനെ ക്ഷമിക്കും? സഹോദരീ പുത്രനായ അഭിമന്യുവിന്റെ വധത്തെ ഓർത്തുകൊണ്ട് പകപോക്കാൻ കാത്തിരിക്കുന്ന വാസുദേവനാണോ പിന്നെ ക്ഷമിക്കാൻ പോകുന്നത്? ഇതൊക്കെ വെറും വ്യാമോഹങ്ങളും ആവശ്യമില്ലാത്ത ചിന്തകളുമാണ്. ഏതായാലും ഞാനിനി പാണ്ഡവരെ ആശ്രയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പടവെട്ടി തന്നെ മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നിങ്ങനെ ദുര്യോധനൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സദസ്സിലുള്ളവരൊക്കെ അദ്ദേഹത്തെ അനുമോദിച്ചു. അപ്പോഴേക്ക് കുളിക്കാൻ പോയിരുന്ന ഭടന്മാരും ശല്യൻ തുടങ്ങിയ നേതാക്കളും തിരിച്ചു വന്നു. അവരും വർത്തമാനമറിഞ്ഞപ്പോൾ ദുര്യോധന മഹാരാജാവിനെ അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. യുദ്ധം തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതെന്ന് അതുകൊണ്ട് മനസ്സിലാക്കാനും കഴിഞ്ഞു. അനന്തരം ശല്യനടക്കം ഹിമാലയവാസികളായ കുറെ രാജാക്കന്മാർ ദുര്യോധനന്റെ മുന്നിൽ ചെന്ന് അങ്ങ് തക്കതായ ഒരു സേനാനായകനെ തിരഞ്ഞെടുത്ത് സൈന്യങ്ങളെ നയിക്കാൻ ഏർപ്പാട് ചെയ്യൂ. ഞങ്ങൾ യുദ്ധം ചെയ്ത് ശത്രുക്കളെ മുഴുവൻ കൊല്ലാമെന്ന് പറഞ്ഞു. ദുര്യോധനൻ അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അദ്ദേഹം എല്ലാവിധ ലക്ഷണങ്ങളും തികഞ്ഞ ഉദ്ധമയോദ്ധാവും അജയനും തന്റെ ഇഷ്ടബന്ധുവുമായ അശ്വത്ഥാമാവിനെ സമീപിച്ച് ആരെയാണിനി സേനാനായകനാക്കേണ്ടതെന്ന് ചോദിച്ചു. ആചാര്യപുത്രൻ കുറച്ചു സമയം മൗനമായി ആലോചിച്ച ശേഷം എല്ലാവിധ സേനാനായക ലക്ഷണങ്ങളും തികഞ്ഞ മാതൃരാജാവായ ശല്യനാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും പറ്റിയ ആളെന്ന് അഭിപ്രായപ്പെട്ടു. അശ്വത്ഥാമാവിന്റെ അഭിപ്രായം ദുര്യോധനന് വളരെ ഹൃദ്യമായി തോന്നി. അതിനാൽ അദ്ദേഹം ഒട്ടും താമസിക്കാതെ ശല്യന്റെ മുന്നിലേക്ക് നീങ്ങി. പരാക്രമം കൊണ്ട് ഭീഷ്മദ്രോണാദികളെയും കവച്ചു വെക്കുന്ന ശല്യ, അങ്ങേക്ക് എന്നോടുള്ള ബന്ധുത്വവും വാത്സല്യവും ഇപ്പോഴാണ് കാണിക്കേണ്ടത്. ബന്ധുത്വത്തെയും ശത്രുത്വത്തെയും വേർതിരിച്ചു കാണുന്ന കണ്ണാടിയാണ് യുദ്ധമെന്ന് പറയാറുണ്ട്. അങ്ങന്റെ സേനാനായകനായിരുന്ന് സൈന്യങ്ങളെ നയിച്ച് യുദ്ധത്തിൽ ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കിത്തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ദുര്യോധനനെ ശല്യൻ സന്തോഷഭരിതനായി അനുമോദിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തു. ശക്തി കൊണ്ട് കൃഷ്ണാർജുനന്മാർ തനിക്ക് തുല്യരല്ലെന്നും നാളത്തെ യുദ്ധത്തിൽ ശത്രുപ്പടയെ മുഴുവൻ താൻ തകർക്കുമെന്നും ശല്യൻ പറഞ്ഞപ്പോൾ സദസ്സ് മുഴുവൻ ചൂടുപിടിച്ച് എല്ലാവരും ആഹ്ലാദഭരിതരായി. രാജാക്കന്മാരെല്ലാം ശല്യന്റെ 4 ഭാഗവും വന്നു നിന്ന് അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് അഭിവാദനം ചെയ്തു. എല്ലാവരും ശല്യന് വിജയം ആശംസിച്ചു. അതോടെ ഭടന്മാരൊക്കെ ആർത്തു വിളിക്കുകയും ജയശബ്ദവും നമശബ്ദവും മുഴക്കുകയും ചെയ്തു. ഉടനെ തന്നെ അഭിഷേക സംഭാരങ്ങളെല്ലാം ആനയിക്കപ്പെട്ടു. നിറഞ്ഞ സദസ്സിന്റെ മധ്യത്തിൽ വെച്ച് ശല്യൻ സേനാനായകനായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ആഹ്ലാദഭരിതരായ കൗരവ സംഘത്തിലെ ഒരാളും കർണന്റെ വിരഹത്തെ ഓർമ്മിക്കുകയോ അത് ഹേതുവായി തപിക്കുകയോ ചെയ്തില്ല. മിക്കവാറും ആ സമയത്തെല്ലാവരും കർണനെ തൽക്കാലത്തേക്കെങ്കിലും മറക്കുക തന്നെ ചെയ്തു. ഈ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് രാത്രി വളരെ അധികമായതിനാൽ എല്ലാവരും കിടന്നുറങ്ങുകയും ചെയ്തു. കൗരവ ശിബിരത്തിൽ നിന്ന് വൻപിച്ച കോലാഹല ശബ്ദം മുഴങ്ങിയപ്പോൾ പാണ്ഡവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവർ വേണ്ടത്ര ശ്രദ്ധിക്കുകയും ചെയ്തു. യുധിഷ്ഠിരന് കാര്യം മനസ്സിലായി. പിറ്റേ ദിവസത്തെ യുദ്ധത്തിൽ സൈന്യങ്ങളെ നയിക്കാൻ വേണ്ടി ശല്യനെ സേനാനായകനായി അഭിഷേകം ചെയ്യുന്ന കോലാഹലമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ അവരും ചിലതൊക്കെ ആലോചിച്ചു. ആരാണ് ശല്യനോട് യുദ്ധം ചെയ്യേണ്ടത്? എങ്ങനെയാണ് പിറ്റേ ദിവസത്തെ യുദ്ധം നടത്തേണ്ടത്? എന്നൊക്കെയായിരുന്നു പാണ്ഡവരുടെ ആലോചനാ വിഷയം. ഭഗവാൻ അസന്ദിഗ്ധമായ ഭാഷയിൽ പറഞ്ഞു, യുധിഷ്ഠിരനാണ് ശല്യനെ കൊല്ലേണ്ടത് എന്ന്. പരാക്രമം കൊണ്ട് ഭീഷ്മദ്രോണാദികളുടെയോ കർണന്റെയോ പിന്നിലല്ല മാദ്രേശൻ. യുധിഷ്ഠിരന് മാത്രമേ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാനും അദ്ദേഹത്തെ കൊല്ലാനും കഴിയൂ. അതിനാൽ അമ്മാവനാണെന്ന ദാക്ഷിണ്യമൊന്നും കാണിക്കരുത്. ശല്യനെ കൂടി കൊന്നുകഴിഞ്ഞാൽ മിക്കവാറും യുദ്ധം അവസാനിക്കും. അത് നാളെ തന്നെ കഴിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞ ഭഗവാന്റെ വാക്കിന് ആരും മറുപടിയൊന്നും പറഞ്ഞില്ല. സമയം വളരെ അധികമായതിനാൽ എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി കിടന്നുറങ്ങുകയും ചെയ്തു. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.